ഇതിൻ്റെ മുകളിൽ നിന്ന് കടിച്ചിരുന്ന ക്ലാസ് കോമഡി അതിൻ്റെ ക്ലാസ് ഇട്ട്. ഹലോ, അപ്പോൾ ഇന്നേ വീടിൻ്റെ കോണി റൂം കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട കോണി റൂമിൻ്റെ വാർപ്പാട്ടാണ്. അപ്പോൾ നമുക്ക് ആ വാർപ്പൊന്ന് കണ്ടല്ലോ. ഉണ്ടാവും ഒന്നുമില്ല, ജസ്റ്റ് ഇതാ കണ്ടോ, ഇവിടെ കുറച്ച് മെറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട്. നോക്കി അവിടെ സൈഡിൽ മെറ്റലും കാര്യങ്ങളും കൊണ്ടിട്ടുണ്ട്, സിമെൻറ്റ് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിക്സിയിലൊന്നും കയറി പോകുന്നതും ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. വലിയ ടൈമിംഗ് എന്ന് വെച്ചാൽ 5 മിനിറ്റോ അല്ലെങ്കിൽ അതിലും താഴെയൊക്കെ ആയിരിക്കും. ഇത് ഷോർട്ട് വീഡിയോ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ജാക്കി കൊണ്ടുവച്ചിട്ട് സപ്പോർട്ടായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിൽ കൂടെ കോണിക്കൂടെ കയറിയിട്ട് നമുക്ക് ആ കമ്പി ഇട്ടതും പല കടിച്ചതും നമുക്ക് നോക്കാം. ഇതിൻ്റെ താഴെ ഇറങ്ങാം. എൻ്റെ അമ്പോ കോണി ഇത്ര ഉള്ളൂ കേട്ടോ, സപ്പോർട്ട് വേറില്ല. അതുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യും. പുളിയോ ഞാൻ അതിൻ്റെ മുകളിൽ കയറി. അയ്യോ പേടിയാണ്. ഇവിടെ മുകളിൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ തറ്റത്ത് കൊട്ടുമ്പോൾ ചിലപ്പോൾ എനിക്ക് കോണി തെന്നി വീണ് കഴിഞ്ഞാൽ പൊന്നു മക്കളെ തീർന്ന് എൻ്റെ കാര്യം തീരുമാനമായി. അയ്യോ പേടിയാണ്. അയ്യേ എന്താ ഈ വരമ്പത്തൂടെ നടക്കുന്നുണ്ടോ? വേറെ പലക്കെ കളിച്ചോണ്ട് ഇന്നലെ പൈപ്പ് ഇട്ടാണ് ഈ കണ്ണ് ഉണ്ടായി. ഇന്നലെ പൈപ്പ് ഇട്ടാണ്. നോക്കിയേ വാർപ്പിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഒരു വ്യൂ ആണ് കാണുന്നത്. എന്താ ഒരു ഉണ്ടായിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ? ഓ നോക്കിയേ ഇവിടെ കാണുന്നിട്ട് മറ്റേ ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. കൊണ്ടുവരാം ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ. വൈകുന്നേരത്തൊക്കെ ഭയങ്കര രസം കേട്ടോ. നമ്മുടെ സൂര്യനൊക്കെ ഒരു ഓറഞ്ച് കളറിലൊക്കെ ഒതുക്കില്ലേ, അപ്പോഴൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. തൊട്ടടുത്ത് പുളിങ്ങമരമുണ്ട്, നമുക്കൊന്ന് പൊട്ടിക്കാൻ പറ്റും നോക്കാം. പുള്ളിയാണ് കേട്ടോ. അതിൽ പൊന്നുമക്കളെ തെറ്റത്ത് ചോട്ടാൻ പേടിയുണ്ട്. കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കയറിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അതാണ് പുളി. വീട്ടിനെങ്കിലും പൊട്ടിക്കാണ്ട് നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? ഇതായിരുന്നു പുളിങ്ങ, പച്ചപ്പുളിയാണ് കേട്ടോ. ചോട്ടം തേരില്ല, വെറുതെ മറിഞ്ഞിട്ട് വീണ് കഴിഞ്ഞാലേ എല്ലാം ഹുദാ ഹവാവും. അപ്പോൾ നേരെ താഴെ കേട്ടോ. ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എന്തിൻ്റെ മുകളിൽ കയറി വലിഞ്ഞ് കയറും, ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാനെന്നാൽ വീടിന്ന് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി വീടിൻ്റെ ഉൾവശം ബാക്കിലൊക്കെ ഉണ്ടല്ലോ. ഇതൊരു ഷോർട്ട് വീഡിയോ, കുറച്ച് ചെറിയ ലോങ്ങിലൊരു 10 മിനിറ്റ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് അതാ. നമുക്കെല്ലാവരും കാണും ചെയ്യുമല്ലോ വീടിൻ്റെ ഒരു ഫുൾ റൗണ്ട് വീഡിയോ. എന്താ ഫുള്ളും ഈ ഉണ്ടോ? ഇതാണ് മേൽവശം പല കടിച്ചിട്ടുണ്ടോ? ഇത് കയറാൻ വേണ്ടി ഞാൻ കുറച്ച് പാടോട്ടായിരുന്നു. നോക്കി വെച്ചിട്ടുണ്ടോ? ചെറിയ സ്റ്റെപ്പാട്ടോ, വലിയ സ്റ്റെപ്പൊന്നുമില്ല, ചെറിയ സ്റ്റെപ്പാണ്. ചെറിയ വീടാണ്, ഒരു 10-750 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് കേട്ടോ. അതാണ് പലകൊക്കെ വെച്ചതൊക്കെ നമ്മളൊക്കെ ചോട്ടിയത് തന്നെ കിളകി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞതാണ്. നോക്കി ഈ വരമ്പത്തോടെ വീണ് കഴിഞ്ഞാൽ മൂക്കും തലയൊക്കെ പോകും. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് ഹോളാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഇതണ്ട, ഇതാണ് ഹോള്. ഹോള് ഇത് 10x10 ബെഡ്റൂം കണ്ടോ. 10x10 റൂമിൻ്റെ സൈസ് കണ്ടില്ലേ.
എന്താ പിന്നെ ഞാൻ ഇവിടെ മോഡേൺ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ റൂമിൽ മാത്രമേ ഉള്ളൂ ഈ മറ്റേ ബോർഡ്. ഇതിൽ ഏത് മോഡേൺ സ്വിച്ച് പോവും, ബാക്കി എല്ലായിടത്തും വെച്ചിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട അത് എത്രയുണ്ട്, അത് 10 സ്വിച്ചിൻ്റെ ആണ്. അത് 10-ൻ്റെ 10-12 സ്വിച്ചിൻ്റെ ആണ് ആ ബോർഡ്. പിന്നെ ഇത് 6-ൻ്റെ ആണ്. 6-ൻ്റെ പറയുമ്പോൾ 3 പ്ലഗോ 2 സോക്കറ്റില്ല, നമ്മൾ ചാർജ് കുത്തുന്ന ആ സോക്കറ്റ്, അതും പിന്നെ സ്വിച്ചും അങ്ങനെയൊക്കെ ആണ്. കണ്ടില്ലേ, ഇതാണ് ബോർഡ്. അത് കഴിഞ്ഞ് നേരെ പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ടോയ്ലറ്റ് വലിയ 2 റൂം സെപ്പറേറ്റ് ആട്ടോ. അത് കഴിഞ്ഞാൽ ഇത് അനിയൻ്റെ റൂം കേട്ടോ. ഇത് അവിടെ നിന്ന് വയർ വലിച്ചാണേ, കണ്ട അനിയൻ്റെ റൂമാണത് കാണുന്നത്. അത് അവിടെ നമ്മുടെ ഇവിടെ നെടുമ്പരയിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നേരെ അങ്ങോട്ട് ജസ്റ്റ് താൽക്കാലികമായിട്ടൊന്ന് മാറിയതാട്ടോ. അപ്പോൾ വേണ്ട ബാക്കിയെല്ലാ റൂമിലും മൊത്തം ഉണ്ട് അതൊക്കെ PVC-യുടെ ബോർഡാണ് വെച്ചിരുന്നുണ്ടല്ലേ. ഇതൊന്നും മോഡേൺ സ്വിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതാണ് മോഡേൺ സ്വിച്ചിന് വേണ്ടിയിട്ടുള്ള അടിച്ചു വന്ന് വേണ്ടാറിഞ്ഞു, ആർക്കും താല്പര്യമില്ല. അപ്പോൾ എനിക്കിങ്ങനെ മുൻകരുതലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ്. ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് വരുന്നത്. വീട് പണി തുടങ്ങുന്നതിന് മുന്നേ മേടിച്ച് വെച്ചതാണ്. എല്ലാവരും കഴിഞ്ഞിട്ടില്ല പഠിക്കുക. കുറച്ച് ബോർഡും കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതാ അവിടെ വരണം, ഇവിടെ വരണം. അത് രണ്ടും ലൈറ്റിനുള്ളതുകൊണ്ട് പ്രശ്നമില്ല. മറ്റേ ബൾബില്ലേ, ബൾബ് ഒക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അവിടെ ഒന്നും മോഡേൺ സ്വിച്ചിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു വയറ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതാ കണ്ണ് അവിടെ തോന്നുന്നത്. ആ സീലിങ്ങിന് മറ്റേ സീലിംഗ് അടിക്കുന്ന ടൈമിൽ ലൈറ്റ് കൊടുക്കാനുള്ള. അങ്ങനെ എൻ്റെ റൂമിന് മൊത്തം ഞാനൊരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കറണ്ടിൻ്റെ ബോർഡ് വരും, നമ്മുടെ പവർ സ്വിച്ചും ഇതൊക്കെ അല്ലേ, ബ്രേക്കറൊക്കെ. അത് നമുക്ക് ഇത് കിച്ചൺ കണ്ട, കിച്ചൺ വർക്ക് ഏരിയ. എനിക്ക് ചെറിയൊരു സൂക്കേട് തോന്നിയിട്ടുണ്ട് ഒരു സാധനം കണ്ടപ്പോൾ. ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഈ വെറുതെ ഇരിക്കുമ്പോൾ കൈ ധരിക്കുന്ന പറഞ്ഞില്ലേ, അതേപോലെ ഒന്ന് കൈ ധരിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മടുക്കുമ്പോൾ നിർത്തും. ഇത് മറ്റേ വാഴ കേട്ടോ, വാഴ പണ്ടൊക്കെ പറയാറില്ലേ, നമ്മുടെ മാതാപിതാക്കൾ ചിലർ വരില്ലേ, ഇതിനാട്ടിൽ വാഴ അച്ചാൻ തീരുന്നൊക്കെ അറിയില്ലേ, അതാ. ചെറിയ സൂക്കട്, ചെറിയ ഉണ്ടോ ചോരച്ചിക്കണോക്കി കാരണം ഞാൻ ചെറിയൊരു സൂക്കേടുണ്ടായിരുന്നു. കൈ വേനിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ചെറുതായിട്ട് കാണിച്ചിരുന്നു, വല്ലാണ്ട് കാണിച്ചിട്ടില്ല. എന്താണ് വണ്ടി ഇരുന്ന് കളിക്കേ? അതിന്റെ മുകളിൽ കയറിക്കേ. ആ ഉണ്ട്, ബൂ പറ, ബൂ ബീബി ബൂ ബൂ, അങ്ങനെ ഉണ്ട്. ഇങ്ങനെ പൊളിക്കലില്ല, ഡയറക്റ്റ് അടിക്കാൻ കേട്ടോ അതിന്. എന്താ എന്താ നിർത്തി വെച്ച് കഴിഞ്ഞാൽ കൈ ചെറുതായിട്ട് വനച്ച്, അതുകൊണ്ട് നിർത്തിയാൽ അത്ര മതി സൂക്കേട്. അപ്പോൾ സൂക്കേടിൻ്റെ ത്വരണ്ട് തീർന്ന്.
ഇതൊരു ലാഡർ കേട്ടോ, ജസ്റ്റ് ഡയറക്റ്റ് അതിൻ്റെ മുകളിൽ കയറാനുള്ള. ഇതെത്ര ഫീറ്റ്? ഫീറ്റ് നീളം 15 മേളുണ്ടാവും അല്ലേ? 15 അടി മേളുണ്ടാവുന്ന പറഞ്ഞിട്ടാ. ഇപ്പം അതാ കോണിയായിട്ട് വരുന്നു. രണ്ട് ലാഡറും സ്റ്റെപ്പും 15 അടി നീളം എന്ന് പറഞ്ഞത്. എനിക്ക് അതിൻ്റെ മുകളിൽ പോകുന്ന അറിയില്ല കേട്ടോ, എനിക്കറിയില്ല കറക്റ്റായിട്ട് പോകുന്നു. ഇതെന്തിനാ ഇത് തേക്കിയില്ല? ഇത് എത്ര അടി നീളോ അപ്പം? ഇത് മൊത്തം 15 വരെ നല്ല അടി നീളുണ്ടാവും അല്ലേ? ഇതെവിടുന്ന കോണി? ഈ കോണി ശരിക്കുണ്ട്. ആ അപ്പം ഇത് സിമെൻ്റ് ആയല്ലോ. ഇത് കോൺക്രീറ്റ് മിക്സിംഗ് ബക്കറ്റാണ്. എന്താ എത്ര ആൾക്കാർ ഇട്ട് പിടിക്കുന്ന നോക്കി. മിക്സ് ചെയ്തിട്ട് നേരെ ആ ഷീറ്റിലേക്ക് എടുത്തിടും കോൺക്രീറ്റിങ്. ഇത് സൂപ്പറിൽ കിണത്തിൽ പെടുന്ന പാറപ്പൊടിയാണ്. ഇതുണ്ട്, ഇത് കുറച്ചുകൂടി തരിയുള്ളത് ഉണ്ട്. ഇത് സൂപ്പറല്ല. ഇത് കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നത്, ഇത് തേക്കാൻ ഉപയോഗിക്കണതാണ്. പിന്നെ ഇതും കോൺക്രീറ്റിന് ഉപയോഗിക്കണതാണ്. പിന്നെ മെറ്റൽ ഇതാ, മെറ്റൽ ഇതാണ് വീടിൻ്റെ ഒരു ഡിസൈൻ പറഞ്ഞൊരു ഏരിയ. ഈ കാണുന്നൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണി റൂം മാത്രം കേട്ടോ, റൂമല്ല, കോണി റൂമാണ് കാണുന്ന പോർഷൻ. ഇനി മുകളിലോട്ട് ഭാവിയിൽ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പരിപാടിയൊക്കെ ബെൽറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. മുകളിൽ സൈഡിൽ ഇങ്ങനെ ബെൽറ്റ് അടിച്ച് അത് മുകളിലോട്ട് എടുക്കണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭാവിയിൽ. ഇപ്പോൾ 2 റൂം ഉള്ളൊരു ചെറിയൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ ലാഡർ ഫിറ്റ് ചെയ്യണേ. ലാഡർ ഈ ഹൈറ്റിൽ നിന്നിട്ട് ആദ്യം ഇവിടെ നിന്ന് പോയി പിന്നെ അവിടെ നിന്ന് കയറും. ആ കോണി അവിടെ ഒരു ചെറിയ കോണി വെച്ചിട്ടാണ് കാണണ്ട. സിംഗിളായിട്ട് കയറ്റുന്ന പരിപാടിയാണ്. ഓരോന്ന് കയറ്റി കൊണ്ടുപോകണം. അതാണോ നീലപ്പെട്ടി? കൊമ്പുറിക്ക ഇത് മുറിച്ചണ്ട അതിന് മടാണ്. സ്റ്റെപ്പ് ആയിക്കണ നോക്കിയ ഇതെന്തിനുള്ളതാ? ഇത് പൈപ്പിന് വെച്ച് കൊടുക്കുക. മറ്റേ ടാങ്കിലെ പൈപ്പില്ലേ, ടാങ്കിൻ്റെ പൈപ്പാ? ഏത് ടാങ്കി? ഏത് ടാങ്കി? വെള്ളത്തിൻ്റെ ടാങ്കി. അതിൻ്റെ ടാങ്കി വെക്കുമ്പോൾ അതിന് പൈപ്പ് വേണ്ടേ, പൈപ്പ് ഇടണ്ടേ, പ്ലംബിങ് വേണ്ടേ. അപ്പം ഇതെന്തിനാ? ഓ എട കയറ്റാനേ അല്ലേ? തുള കേൾക്കാൻ തുള വേണ്ട, വാർത്ത കഴിഞ്ഞാൽ പിന്നെ തുളക്കണ്ടേ. ശരി. അപ്പം ഇത് വെച്ചെടുത്താൽ മതി.
ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ചെറിയ പീസാക്കുമോ? ചെറിയ പീസൊന്നുമില്ല. ഓരോ കഷ്ണം ഇത്ര വലിയ കഷ്ണമാണ്? ഇങ്ങനത്തെ ഒരു പീസാ? ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ മറ്റേ ഷീറ്റില്ല, ആ ഷീറ്റ് കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഇവിടെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്. കോൺക്രീറ്റ് മിക്സിങ് നേരെ ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിവുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ലെവൽ ചെയ്യാൻ നോക്കാം. ഹൈറ്റ് കൂട്ടാൻ വേണ്ടിട്ടോ, നിറച്ചിട്ട് പൊക്കാൻ വേണ്ടി. ചാക്കിന് ഹൈറ്റ് വന്ന് അതിൻ്റെ മുകളിൽ കെട്ടിക്കും, അപ്പോൾ കുറച്ച് പൊങ്ങുന്നത്. യൂട്യൂബ് ഇതൊക്കെ ഒരുത്ത ക്ലാസ് വരാട്ടോ കുളിക്കണോ? കുളിച്ചേ ക്ലാസ് കോമഡി. അതിന്റെ ക്ലാസ് ഇട്ട് നീ കുളിക്കുമ്പോ നിന്റെ ക്ലാസ് അടിപൊളി. അതാ മാസ്ക് ഇട്ടുണ്ട്, നല്ല സിമെന്റും പൊടി അവിടെ. ഉറപ്പായിട്ടും നാളെ നേരം പോകുമ്പോൾ ഞാൻ നല്ല തുമ്മൽ തുമ്മും, അപ്പോൾ സേഫ്റ്റി. ഈ 2 കത്തി എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിമെന്റ് ചാക്ക് മുറിക്കാൻ വേണ്ടി. ഇത് സ്റ്റീലല്ല, വെറും എന്തോ സാധനം. തുരുമ്പ് പിടിക്കുന്നില്ല സ്റ്റീൽ തുരുമ്പ് പിടിക്കുമോ എനിക്കറിയില്ല കേട്ടോ. ഇത് വൈബ്രേഷൻ ചെയ്യാൻ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കോൺക്രീറ്റിന് വൈബ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മെഷീൻ അത് കാണണം കേട്ടോ. ഈ ബക്കറ്റിൽ ഓരോ കണക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ട മറ്റേ ഇത് നമ്മുടെ N7-ഉം 2 കൊട്ട മെറ്റൽ, പിന്നെ ഒരു ചട്ടി സിമെൻറ്റ്, പിന്നെ വെള്ളം. ഇതാണ് പരിപാടി കേട്ടോ. അപ്പോൾ അതിങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കും. അല്ലാണ്ട് ഒന്നാകെ വാരിട്ടാണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല കേട്ടോ. അത് കാണിക്കുന്നത് ഇത് ആദ്യം എന്തിനാ എനിക്ക് മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായിട്ടാ. ഇതെന്ത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നമ്മൾ നേരെ പ്ലംബിങ് പൈപ്പ് കൊടുക്കില്ലേ വെള്ളത്തിൻ്റെ. അപ്പോൾ നമ്മളിത് ഈ വാഴ ജസ്റ്റ് ചെറിയ കഷ്ണമാക്കിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കോൺക്രീറ്റിങ് കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു മെനക്കെട്ട പരിപാടിയാണല്ലോ, പിന്നെ നമ്മൾ കോൺക്രീറ്റിങ് അത്രയും നാശമാവുകയും ചെയ്യും. ഇത് കണ്ടോ, അപ്പോൾ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് കമ്പിപ്പാരായിട്ട് കുത്തി കൊടുത്താൽ മതി. അവിടെ വലിയൊരു റൗണ്ടിൽ പൈപ്പിലുള്ള ഹോളായി. ഇതാണ് പരിപാടി കേട്ടോ, കണ്ടില്ലേ. നമ്മുടെ കോൺക്രീറ്റിങ് സ്റ്റാർട്ട് ചെയ്യാനായി അല്ലേ. വെള്ളം അടിച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കുതിർന്നോട്ട് വെച്ചിട്ടേ അതിനുവേണ്ടി ചെയ്യണമാണ്. ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. പക്ഷേ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പിയില്ലേ, കമ്പി ഇങ്ങനെ താഴത്തേന് മുട്ടിക്കുണ്ടാവും. അപ്പോൾ അതിനെ ഇങ്ങനെ പൊക്കി നിർത്താൻ വേണ്ടിയിട്ട് കണ്ടോ കമ്പി പൊങ്ങിക്കുന്നുണ്ടല്ലേ. എൻ്റെ പേര് അറിയണവരെന്ന് ജസ്റ്റ് കമ്പനിയാണ്, എനിക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റാണ് റാംകോ. ഇതിനെ പറ്റി ഞാൻ വല്ലാണ്ട് പറയണ്ടല്ലോ അല്ലേ. നമുക്ക് മിക്ക ആൾക്കാർക്കും അറിയണതും അറിയാത്തൊരു കാര്യമാണ് ഈ കോൺക്രീറ്റിങ്ങിൻ്റെ ഒരു നയിപ്പ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ലേ. ഇതുണ്ടോ ഇത്ര വലിയ ആ സ്റ്റെപ്പും കയറി ഉണ്ടോ തലയിൽ വെച്ചിട്ടേ എളുപ്പമാണ് ഇതൊക്കെ. ഒരു 2-2.5 കിലോ വെയിറ്റൊക്കെ ഉണ്ടാവില്ലേ തലയിൽ വെച്ചോണ്ടെങ്കിൽ കൈ പിടിക്കാനുള്ളടക്കം കയറി ചെന്ന് എളുപ്പമല്ലേ അതൊക്കെ. അതും ഈ പൊരിഞ്ഞ വെയിലത്ത് നിന്നിട്ട് ഇങ്ങനെ കോൺക്രീറ്റിങ് ഇപ്പോൾ മേസ്തിരിമാരായി കഴിഞ്ഞാലും പണിക്കാരായി കഴിഞ്ഞാലും കോൺക്രീറ്റിങ്ങിന് ഒരു നയിപ്പ് പറഞ്ഞാൽ വല്ലാത്തതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഉണ്ടോ വൈബ്രേറ്റ് ചെയ്യണ നോക്കിയ വൈബ്രേറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അതൊന്ന് തേക്കൂട്ടാ. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യണ എല്ലായിടത്തും ഈ വൈബ്രേഷൻ ആകുമ്പോൾ എല്ലായിടത്തും ഈ എത്താത്തടത്തൊക്കെ ഇറങ്ങി ചെല്ലും. അതിന് വേണ്ടി വൈബ്രേഷൻ ചെയ്യണം കേട്ടോ. ആ തേച്ച് സെറ്റ് ചെയ്ത് നോക്കിക്കുക.
ഇനിയിപ്പോൾ അത് നൈസായി. ഇപ്പോൾ വേറെന്താ ഇതന്നെ ഇത്. നമ്മുടെ കോൺക്രീറ്റിങ്ങിൻ്റെ വൃത്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുലർച്ചെ 3:30 ഞാൻ കടന്നുറങ്ങിയിട്ടുണ്ട്. പിന്നെ പണിക്കാർ വന്നപ്പോൾ എണിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചെറിയ ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണിച്ചിട്ട് ഒന്ന് ഉറങ്ങട്ടെ. നല്ല ക്ഷീണം കേട്ടോ. ഹലോ, നല്ലൊരു ഉറക്കം ഉറങ്ങിപ്പോയി ഞാൻ. പണി എന്തായെന്ന് അറിയില്ല, അവർ പോയോ ഇല്ലെന്ന് അറിയില്ല. നമുക്കൊന്ന് പോയി നോക്കട്ടോ. എൻ്റെ അപ്പോൾ നല്ല ക്ഷീണമാണ്. ഞാൻ പുലർച്ചെ 3 മണിക്കാണ് കടന്നുറങ്ങിയത് മൊബൈലും കളിച്ചിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിർത്തിയതാണ്. ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ ആൾക്കാർ ഒന്നും കേൾക്കുന്നില്ല. ഗൈസ് അവർ പോയി. ഗൈസ് പോയി അറിഞ്ഞില്ല കേട്ടോ. പണി കഴിഞ്ഞ് അറിഞ്ഞില്ല. നമ്മുടെ വീടിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ട് ഇന്നേക്കിപ്പോൾ 2ാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആണല്ലേ. അപ്പോൾ അന്ന് ഞാൻ നല്ല ക്ഷീണം കൊണ്ട് തന്നെ കടന്നുറങ്ങിയോണ്ട് തന്നെ എനിക്ക് അവർ പോയതും ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല, കഴിഞ്ഞൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് സെറ്റായതിന് ശേഷം നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചത്. സെറ്റായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ മുകളിലൊന്ന് കയറി നോക്കിയാലോ എങ്ങനെ ആയിട്ടുണ്ടെന്ന് കേട്ടോ. അന്ന് നമ്മൾ പകുതിക്ക് വെച്ചിട്ട് ഇവർ ചെയ്യണത് നിർത്തുമായിരുന്നു. പിന്നീട് ഞാനത് ഒരു ഇത് ഫുള്ളാകുന്ന ടൈമിൽ ബാക്കി നിങ്ങളെ കാണിക്കുക എന്നുള്ള ലെവലായിരുന്നു. പക്ഷേ ഉറങ്ങിപ്പോയി നല്ല ക്ഷീണം കൊണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പോയി കാണാം. ഓക്കെ. ഇത് കണ്ട ഇങ്ങനെ കല്ല് വെക്കുമ്പോൾ എന്തോ ഉപകാരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റത്ത് കയറി ചോട്ടി കഴിഞ്ഞാൽ കോളി ഇങ്ങോട്ട് തള്ളില്ല, പുറകോട്ട് തള്ളില്ല. അതിനാട്ടാ ഞാൻ മേളിൽ കയറാട്ടാ. ഫുള്ള് വെള്ളമാണ്. നോക്കിയേ, ഫുള്ള് വെള്ളം നിറച്ച് വെച്ചിരിക്കുക. ഉറച്ചിട്ടുണ്ട് കണ്ടോ, നോക്കിയേ ഉറച്ചിട്ടുണ്ട്. ബെൽറ്റ് വാർത്തുണ്ട്. ഇതിന് ബെൽറ്റ് വാർത്തണ് കണ്ടോ, നോക്കിയാൽ ബെൽറ്റ് വാർത്തുണ്ട് ഇവിടെ. നമുക്ക് ചെരുപ്പ് താഴെ ഊരിടും. വെള്ളത്തിൽ ചവിട്ടി വഴുക്കി വീണ് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടിട്ടുണ്ട് കേട്ടോ. നോക്കിയേ കാണാൻ പറ്റണ്ടോ? എന്തത് ഓർക്കാത്തതിൻ്റെ ആയിരിക്കും. ഇതാ മോനെ, ഞാൻ അന്ന് ഒരു പുളിങ്ങ മരം പറഞ്ഞല്ലേ, ഇപ്പോൾ പൊട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതാ പുളി നോക്കിക്കേ. ജസ്റ്റ് ഇതാ കറക്റ്റ് മരത്തിൻ്റെ മുകളിൽ തന്നെ കടിച്ച് തിന്നാൻ നോക്കും കേട്ടോ. മരത്തിൻ്റെ മുകളിൽ നിന്ന് കടിച്ച് തിന്നാ. കുരു ഉണ്ടോ കൊടുക്കേ? ഈ കാണുന്ന മൊത്തം പുളിങ്ങ ഉണ്ടാകെ ഉണ്ടോ? അതാ ഇഷ്ടമാണെങ്കിൽ ഉണ്ട്. അവിടെ മാവ് കൂടി പൂത്തുണ്ട്, കാണിച്ചില്ല. ഒരു എൻ്റെ അമ്പോ അടിപൊളി വൺ സെറ്റ് മാവ് പൂത്തുണ തട്ടമ്മയിൽ. ഇത് ഞാൻ പറഞ്ഞു ബെൽറ്റ് വാർത്തതാണ്. ഉണ്ടോ? തടസ്സമായിട്ട് വെച്ചതാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്യായിരിക്കും അല്ലേ? എനിക്കറിയില്ല കേട്ടോ. നമ്മൾ വാഴ പിന്നെ തോന്നുന്നത് ഇതന്നെ വാഴ ഇരിക്കണേ കേട്ടോ. പൈപ്പിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇതിട്ട് കഴിഞ്ഞാൽ വീണ്ടും കുത്തി പൊളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇതിലൊക്കെ കോൺക്രീറ്റിങ് ചാടി. ഇത് പൈപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കോൺക്രീറ്റിങ് ചെയ്തതിൻ്റെ. നോക്കി ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് മേഘം? നോക്കി ഞാൻ പറഞ്ഞില്ലേ മേഘം. ഇപ്പോൾ ഞാനിതാ ഇവിടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കേ. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നോക്കി ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഉണ്ടാവും. അടിപൊളിയാവില്ലേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ? നല്ല രസമുണ്ട്. നോക്കി എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നോക്കി കാല് വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
നിങ്ങളുടെ സപ്പോർട്ടാണ് ഇങ്ങനെ സംഭവം. ഞാൻ പതുക്കെ ആണെങ്കിലും ഭയങ്കര സ്ലോ ആണ് ഞാൻ, കാരണമൊന്നുമില്ല, കുറച്ചൊക്കെ മടി, കുറച്ചൊക്കെ സമയമില്ലായ്മ, ഇതൊക്കെയാണ്. പിന്നെ മൊബൈലായതുകൊണ്ട് എന്താ അറിയില്ല, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തൊക്കെ 3 ദിവസമായി പോസ്റ്റ് ആവണില്ല. എൻ്റെ നെറ്റ് തീരുന്നതല്ലാണ്ട് പോസ്റ്റ് ആവണില്ല. വെറും 20 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, പോസ്റ്റ് ആവണില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.